റെയിൽവേയിൽ എ.സി ക്ലാസ് യാത്രക്കാർക്ക് നൽകുന്ന കമ്പിളി പുതപ്പുകൾ കഴുകാറുണ്ടോ? ഈ ചോദ്യങ്ങൾ ഓരോ റെയിൽവേ യാത്രക്കാരനും മനസ്സിലുള്ളതാണ്. ഇപ്പോൾ ഇതിന് റെയിൽവേ മറുപടി നൽകിയിരിക്കുന്നു. ഓരോ 15 ദിവസം കൂടുമ്പോഴും അവ കഴുകുകയും 2 ആഴ്ച കൂടുമ്പോൾ ചൂടുള്ള നാഫ്തലിൻ നീരാവി ഉപയോഗിച്ച് അണുവിമുക്തമാക്കുകയും ചെയ്യാറുണ്ട്. ജമ്മു, ദിബ്രുഗഡ് രാജധാനി ട്രെയിനുകളിലെ എല്ലാ പുതപ്പുകളുടെയും UV റോബോട്ടിക് സാനിറ്റൈസേഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും. UV റോബോട്ടിക് ശുചിത്വം അണുക്കളെ കൊല്ലാൻ അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിക്കുന്നുവെന്നും റെയിൽവേ വ്യക്തമാക്കി. എന്നാൽ നോർത്തേൺ റെയിൽവേ വക്താവ് ഹിമാൻഷു ശേഖർ പറയുന്നത് ഇങ്ങനെയാണ്: ചൂടുള്ള നാഫ്തലിൻ നീരാവി ഉപയോഗിക്കുന്നത് സമയബന്ധിതവും ഫലപ്രദവുമായ അണുനശീകരണം നടക്കുന്നു എന്നതാണ്. ഓരോ ഉപയോഗത്തിന് ശേഷം വെള്ളത്തിൽ അലക്കിയാൽ കമ്പിളികൾ ഉണക്കിയെടുക്കാൻ വിഷമമായിരിക്കും. മാത്രമല്ല, അണുനശീകരണവും 2 ആഴ്ചയിൽ ഒരിക്കൽ അണുനാശിനി വെള്ളത്തിൽ മെഷീൻ വാഷുമാണ് ഉത്തരം എന്ന് അവർ അറിയിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ഓരോ യാത്ര കഴിഞ്ഞും യന്ത്രവൽകൃത ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച് കമ്പിളികൾ നശീകരണം വരുത്തും എന്ന ഒരു ഇൻഫർമേഷനും കൂടി റെയിൽവേ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 100% അണുവിമുക്തമാക്കാൻ ഇത് സഹായിക്കും. എന്നാൽ തലയിണ, കവർ, കോട്ടൺ, കർച്ചീഫ്, ബെഡ്ഷീറ്റ് ഇത് ഓരോ യാത്ര കഴിഞ്ഞും വെള്ളത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഇസ്തിരിമിട്ടാണ് നൽകുന്നത്. 2010 മുൻപ് 2-3 മാസത്തിലൊരിക്കൽ കമ്പിളി പുതപ്പുകൾ കഴുകിയിരുന്നു. പിന്നീട് ഇത് 1 മാസമാക്കി ചുരുക്കി. ഇപ്പോൾ 15 ദിവസമായി. ഇന്ത്യൻ റെയിൽവേ രാജ്യത്തുടനീളമുള്ള യാത്രക്കാർക്ക് പ്രതിദിനം 6 ലക്ഷത്തിലധികം പുതപ്പുകൾ നൽകുന്നുണ്ട്. വടക്കൻ റെയിൽവേ സോണിൽ മാത്രം 1 ലക്ഷം കമ്പിളി പുതപ്പാണ് ദിവസവും യാത്രക്കാർക്ക് നൽകുന്നത്. ഒരു കമ്പിളി പുതപ്പ് മാസത്തിൽ 2 തവണയെങ്കിലും കഴുകണമെന്നാണ്. പക്ഷേ ലോജിസ്റ്റിക് ക്രമീകരണങ്ങളൊക്കെ ലഭ്യമാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് 2 തവണ കഴുകാൻ സാധിക്കുക. ഒരു മാസത്തിൽ കുറഞ്ഞത് 1 തവണയെങ്കിലും കമ്പിളി പുതപ്പുകൾ കഴുകാറുണ്ട് എന്നാണ് വിവിധ ദീർഘദൂര ട്രെയിനുകളിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ പറയുന്നത്. പുതപ്പുകളിൽ കറയോ അസഹ്യമായ ദുർഗന്ധമോ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ തവണ കഴുകുകയുള്ളൂ. ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ബ്ലാങ്കറ്റുകൾ, ബെഡ്ഷീറ്റുകൾ, തലയണ കവറുകൾ എന്നിവയ്ക്കായുള്ള ചാർജ് ട്രെയിൻ ടിക്കറ്റ് നിരക്ക് പാക്കേജിന്റെ ഭാഗമാണെന്നും റെയിൽവേ പറയുന്നു. ഗരീബ് രഥ്, തുരന്തോ തുടങ്ങിയ ട്രെയിനുകളിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ബെഡ്റോൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓരോ കിറ്റിനും അധിക തുക നൽകി തലയണ, ബെഡ്ഷീറ്റ് എന്നിവ ലഭിക്കുമെന്നും റെയിൽവേ മന്ത്രാലയത്തിലെ എൻവയൺമെന്റ് ആൻഡ് ഹൗസ് കീപ്പിംഗ് മാനേജ്മെന്റ് സെക്ഷൻ ഓഫീസർ പറയുന്നു. ഓരോ ട്രെയിൻ യാത്രകളും അവസാനിച്ചതിന് ശേഷം ബെഡ്ഷീറ്റുകളും തലയണ കവറുകളും കെട്ടുകളാക്കി കഴുകാനായി നൽകാറുണ്ട്. എന്നാൽ പുതപ്പിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അത് വൃത്തിയായി മടക്കി കോച്ചിൽ തന്നെ സൂക്ഷിക്കുമത്രേ. ദുർഗന്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറയോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം, അത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ മാത്രമേ അലക്കാൻ നൽകുകയുള്ളൂ. യാത്രക്കാർക്ക് നൽകുന്ന പുതപ്പുകളും മറ്റും വൃത്തിയുള്ളതാണോ എന്ന് നിരീക്ഷിക്കുന്നതിനായുള്ള സൗകര്യമൊന്നും ട്രെയിനിലില്ല. മാസത്തിൽ 2 തവണയെല്ലാം പുതപ്പുകൾ കഴുകും എന്ന കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും അവർ നൽകുന്നില്ല. ഛർദിയോ നനവോ ദുർഗന്ധമോ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ മാത്രമേ തങ്ങളത് കഴുകാൻ നൽകാറുള്ളൂ. എന്നാൽ യാത്രക്കാർ പരാതി ഉന്നയിക്കുകയാണെങ്കിൽ അവർക്ക് വൃത്തിയുള്ള പുതപ്പ് നൽകാറുണ്ട് എന്ന് ഒരു സ്റ്റാഫ് പറയുന്നുണ്ട്. റെയിൽവേ നൽകുന്ന ബെഡ്ഷീറ്റുകളെ കുറിച്ചും തലയണ കവറുകളെ കുറിച്ചും പറയുകയാണെങ്കിൽ അത് വെളുത്ത നിറത്തിലാണ്. അഴുക്ക് പുരളാൻ സാധ്യതയുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ വെള്ള നിറത്തിലുള്ള ബെഡ്ഷീറ്റുകളും തലയണ കവറുകളും നൽകുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിന് ഒരു കാരണമുണ്ട്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ബെഡ്ഷീറ്റുകളും തലയിണകളും ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഓരോ ഉപയോഗത്തിന് ശേഷവും അത് കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്യും. 121 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ നീരാവി ഉൽപ്പാദിപ്പിക്കുന്ന വലിയ ബോയിലറുകൾ ഉപയോഗിച്ചാണ് ഇവ വൃത്തിയാക്കുക. ബെഡ്ഷീറ്റുകൾ 30 മിനിറ്റ് ആവിയിൽ വെച്ചാണ് അണുവിമുക്തമാക്കുന്നത്. ഈ ശുചീകരണ പ്രവൃത്തികൾക്ക് വെള്ള നിറത്തിലുള്ള ബെഡ്ഷീറ്റുകളും തലയണ കവറുകളുമാണ് അനുയോജ്യം. ഉയർന്ന താപനിലയും ശക്തമായ ഡിറ്റർജന്റുകളും ഉൾപ്പെടുന്നതാണ് ശുചീകരണ പ്രക്രിയ. ഉയർന്ന താപനിലയിൽ തുണി ശുചീകരിക്കുമ്പോൾ പോലും വെള്ള നിറത്തിലുള്ള തുണികളുടെ നിറത്തിൽ വ്യത്യാസമുണ്ടാകും. നിറമുള്ള തുണിത്തരങ്ങളാണെങ്കിൽ നിറത്തിൽ വ്യത്യാസമുണ്ടാകും. എന്നാൽ വെളുത്ത ബെഡ്ഷീറ്റുകളാണെങ്കിൽ നന്നായി കഴുകാനും തിളക്കത്തോടെ നിലനിർത്താനും കഴിയും. ആവർത്തിച്ച് കഴുകിയാലും തുണിക്ക് വൃത്തിയുള്ളതും തിളക്കമുള്ളതുമായ ഒരു രൂപം ലഭിക്കും. വ്യത്യസ്ത നിറങ്ങളുള്ള ബെഡ്ഷീറ്റുകൾ ഒരുമിച്ച് കഴുകാൻ സാധിക്കില്ല. നിറം മങ്ങാനും ഇളകാനും ഇത് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ള ഉപയോഗിക്കുന്നത്. എന്തായാലും ട്രെയിനുകളിൽ നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും വളരെ വൃത്തിയാക്കിയായിരിക്കും ഈ ഷീറ്റുകൾ തരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഷീറ്റുകൾ എല്ലാ ദിവസവും കഴുകുന്നു എന്ന് പറയുന്നു. കമ്പിളി പുതപ്പൊക്കെ വേറെ പലരും ഉപയോഗിച്ചതായിരിക്കും. അത് എങ്ങനെയായാലും നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഒരവസ്ഥയിൽ നമ്മൾ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എന്നാൽ പോലും നമ്മൾ ഓരോരുത്തരും അവരവരുടേതായ ഷീറ്റുകളും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക. എങ്ങനെ വന്നാലും അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹാബിറ്റല്ല. അപ്പോൾ റെയിൽവേക്ക് ഇത്രയേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 15 ദിവസം കൂടുമ്പോൾ കഴുകുന്ന ഒരു കമ്പിളി പുതപ്പ് അത് ഉപയോഗിക്കുന്നത് എത്രത്തോളം സേഫ് ആകുമെന്ന കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളത്, ട്രെയിനുകളിൽ കയറുമ്പോൾ കമ്പിളി പുതയ്ക്കണ്ട എന്ന് വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.